Hello guys, welcome back to my channel. This is RK Meagle. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരാളായിട്ടല്ല, 2 people. എൻ്റെ കസിനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജേർണലിംഗ് ആണ്. അപ്പോൾ ഈ സാധനങ്ങളൊന്നും എൻ്റെ അല്ല, മീൻസ് ഇതൊക്കെ ഞാൻ ചെയ്തത് തന്നെയാണ്. മീൻസ് ഇതൊക്കെ ഈ മെയിനായിട്ടുള്ള ചില മെമ്മോ പാഡ്സും കവായ് സ്റ്റിക്കേഴ്സും അതൊന്നും എൻ്റെ അല്ല, അതൊക്കെ എൻ്റെ കസിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പം ഇന്ന് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഇന്ന് അവൾ വീട്ടിലേക്ക് ഒന്ന് നിൽക്കാൻ വന്നതല്ല വന്നു. അപ്പോൾ അവിടെ നിന്നു. അങ്ങനെ വന്നപ്പോൾ ഇന്ന് എന്തായാലും അവൾ പോവും. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും പോണേ മുമ്പ് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചോളാന്ന്. പിന്നെ അവൾ ഇവിടെ അല്ല, അവൾ ഗൾഫിലാണ്, അവളുടെ സ്റ്റഡി എല്ലാം അവിടെയാണ്. അപ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ 2-ാം തീയതി പോകും. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇനി അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇവിടെ വെച്ചിട്ട് എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയത് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് എന്തൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം. ഏതൊരു ഗ്ലൂ ഉണ്ട്, ഇത് വലിയ കാര്യമില്ല, കാരണം അതൊക്കെ ഒട്ടിക്കാൻ വേണ്ടി മാത്രമാണ്, വലിയ കാര്യമില്ല. പിന്നെ ഇവിടെ ഹോം മെയ്ഡ് ബേൺഡ് പേപ്പർ ഉണ്ട്. പിന്നെ ഹോം മെയ്ഡ് അല്ലാതല്ല, അങ്ങനെയല്ല, ഇപ്പം അങ്ങോട്ട് എടുത്തിട്ടുള്ള ഫ്രഷ് അല്ല. പിന്നെ ഇവിടെ മറ്റേ എന്തായിരുന്നു പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ട്. അതേപോലെ ഇവിടെ എന്താണ് ഇതിൻ്റെ പേര്, വാക്സ് ടാബ് സ്റ്റിക്കേഴ്സ് ആൻഡ് വാഷി ടാബ്സ് ഉണ്ട്. അതേപോലെ ഇതിൽ എഴുതിയിട്ടുണ്ട്, അവളുടെയിലുണ്ട്. പിന്നെ ഇതെന്തായിരുന്നു, പിന്നെ ഇത് സ്റ്റിക്കേഴ്സ്, അതിൻ്റെ പാറ്റേൺ, അത് വാഷി ടൈപ്പ്, വാഷി ടൈപ്പിൻ്റെ സ്ട്രിപ്പ്. പിന്നെ ഇവിടെ ഞാൻ മറ്റേ ഒരു സ്റ്റിക്കിനുണ്ട്, ഇത് ക്ലാരിറ്റി ഇല്ല അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ എന്താ മെമ്മോ പാഡ്സിൻ്റെ മറ്റേ സ്റ്റിക്കിനോട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ എൻ്റെ 2 കവർ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി എൻ്റെ കഴിഞ്ഞു. ഇനി ഞാൻ നേരെ അവളുടെ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് തന്നെ അവളുടെ എല്ലാം അവൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. നീ എന്നെ പറഞ്ഞു തുടങ്ങിക്കോ. അപ്പോൾ അവൾ പറയാൻ പോകണം. അതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫോണിന് എന്താണ് അറിയില്ല, ക്ലാരിറ്റി ഒന്ന് കുറവുണ്ട്. അതെനിക്ക് ഇതിന് ശേഷം മാത്രമേ നോക്കാൻ പറ്റൂ. കാരണം ഇതിപ്പോൾ എത്രാമത്തെ ട്രൈ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. കുറേ കൊളായിട്ടാണ് ഈ ട്രൈ എടുത്തത്. അപ്പോൾ ക്ലാരിറ്റി കുറവുണ്ട്. മാക്സിമം നിങ്ങൾ തന്നെ ഇപ്പം ചെറുതായിട്ട് വന്നു എന്ന് തോന്നുന്നു. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എന്താണെന്ന് അറിയില്ല, പ്ലീസ് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഇങ്ങനെ ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട്. പറയണമെങ്കിലോ, ഇത് സാധാ ഒരു നോർമൽ സ്റ്റിക്കിലോട്ടുണ്ട്. പിന്നെ വാഷി ടേപ്പ് ഉണ്ട്, വാഷി ടേപ്പിൽ സ്ട്രിപ്പ് ഉണ്ട്. അത് നോക്കണ്ട, അതിൽ ചെറിയൊരു കുത്തിവര വന്നിട്ടുണ്ട്. അത് എൻ്റെ വേറൊരു കസിൻ വരച്ചത്. യെസ്, അത് നിങ്ങൾ ചെയ്യണ്ട, നോക്കണ്ട. അടുത്ത കാണിച്ചു കൊടുക്കാം. വാക്സ് ടാബ് സ്റ്റിക്കേഴ്സ് ഉണ്ട്, എൻ്റെ ഉള്ള പോലെ തന്നെ. പിന്നെ ഇതും എനിക്ക് നല്ല ബോൾ പേപ്പേഴ്സ് ഉണ്ട്. പിന്നെ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ട്, കവായ് സ്റ്റിക്കേഴ്സ് ഇല്ലേ. പിന്നെ ഒരു കവായ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഓക്കെ, റെയിൻബോ എഴുതിയതും പിന്നെ റെയിൻബോൻ്റെ ചെല്ലുള്ളതും, പിന്നെ ഒരു പെൺകുട്ടി, ഒരു സ്പേസ് ആസ്ട്രോണറ്റ്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഏകം കാണിക്കാം, ഇടക്ക് ഇവിടെ ചെയ്യണത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ചെയ്യേണ്ടത് തന്നെ ഗൈസ്, ഇത് പകൽ വെളിച്ചമല്ല ഞാൻ പറയാം. മീൻസ് ഇത് മറ്റേ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ചെയ്തതാണ്, ഫ്ലാഷ് അടിച്ച് നോക്കിയത്. അപ്പോഴാണ് മനസ്സിലായത് ഫ്ലാഷ് അടിക്കുമ്പോൾ ഇതുണ്ട്. അപ്പോൾ പ്ലീസ് എല്ലാത്തിനും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, പ്ലീസ് ഇതൊക്കെ ഒന്ന് ഏറ്റെടുക്കണം. എല്ലാം ഉണ്ട് ഇവിടെ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ചാലഞ്ച് സ്റ്റാർട്ട്സ് നൗ. നമ്മളിതൊക്കെ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കും ഇതിലേതാ രസം. ഞാനാണ് ആദ്യം ചെയ്യാൻ പോണത്. ഇതാണ് ഷെൽട്ടർ. പിന്നെ ഷെൽട്ടറിൻ്റെ അപ്പുറത്തേക്ക് നോക്കാൻ പാടില്ല എന്നാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. ചെയ്യാം. പുറത്ത് നിന്ന് കുറച്ച് സൗണ്ട് വരും, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം പ്ലീസ്, റിക്വസ്റ്റ് ചെയ്യുന്നു. അതിനിപ്പോൾ എത്രാമത്തെ റിക്വസ്റ്റാണ്. എനിക്കൊരു പ്രശ്നമുണ്ട്. മീൻസ് അവൾക്ക് 2 കണ്ട് ചെയ്യാൻ പറ്റും.
മീൻസ് ഞാൻ പറഞ്ഞു തന്നത് എന്താന്ന് വെച്ചാൽ അവൾക്ക് വീഡിയോ എടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ അവൾക്ക് വീഡിയോ എടുക്കണ്ട, അവളങ്ങനെ ചെയ്യും. പക്ഷെ എനിക്ക് ഫോണും പിടിക്കണം, ഇത് ചെയ്യുകയും വേണം. അപ്പം ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ വഴി ഇത് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ വഴിയാണ്. അപ്പോൾ നമ്മൾ കാര്യം തുടങ്ങാൻ പോവാണ്. ഞാനൊരു വേയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞു തരില്ല കേട്ടോ. അപ്പം ഞാൻ തുടങ്ങാൻ പോവാണ്. ഞാൻ ആദ്യമേ യൂസ് ചെയ്യാൻ നോക്കണത് ഞാനിപ്പോൾ പറയണത് ഇവിടുന്ന് അയ്യോ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റി വെക്കാം. ഇത് എപ്പോൾ തീരുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അവള് ഇന്ന എപ്പോഴാണ് തീരാന്നൊന്നും അറിയില്ല. നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് തുടങ്ങാം. ഞാൻ വേണത് മീൻസ് ഏറ്റവും ടോപ്പിലിട്ട് ഇത് ഒട്ടിച്ച് വെക്കണം. അത് വേണ്ടല്ലേ, നമുക്ക് ഇപ്പോൾ ഒട്ടിച്ച് വെച്ചാൽ മതിയില്ലേ? എനിക്കൊരു ഐഡിയ കിട്ടി. നമ്മൾ ഒട്ടിക്കാൻ നോക്കിട്ടോ. ഓക്കെ, ഈ സാധനം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഐഡിയ മീൻസ് ഞാൻ ആദ്യം ഇവളെ കൊണ്ട് എടുപ്പിച്ചു. ഇവളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഞാൻ നോക്കിയിട്ടില്ല. എന്നിട്ട് ഇവളെ എനിക്ക് എടുത്തു തരണം. കാരണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ ഞാനിങ്ങനെ പിടിച്ച് നിൽക്കണം, ഇപ്പം നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് ഭയങ്കര ക്ലൂ ആക്കിക്കൊല്ലേ എനിക്കൊന്നും കിട്ടൂല. കുറച്ചൊക്കെ വിചാരിക്കണമല്ലോ. കുറച്ചൊന്നും നമ്മളിത് ഈ റഫായിട്ടുള്ള ഭാഗത്ത് ഇത് ചെയ്യാൻ പോകണം. ഇവിടെ ഓക്കെ, നമ്മൾ അതോട്ട് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ തെറ്റിച്ച് പറഞ്ഞതാണ്. ചെറിയൊരു മിസ്റ്റേക്കാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. കാരണം അപ്പോഴത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എനിക്കങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യണം. അതെ, നീ ഒട്ടിച്ച സ്ഥലം തെറ്റാട്ടാ. അപ്പോൾ നോക്കിയാൽ കുഴപ്പമില്ല എന്നാണ് നമ്മുടെ റൂൾ കേട്ടോ. കാരണം ഇതിങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന കാര്യമില്ല. ഇവളുടെ എടുക്കണം, എൻ്റെ എടുക്കണം. ഇവൾ എന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾ എന്നെക്കാട്ടും മറ്റേ ചെറിയ. പക്ഷെ ഞാൻ ഇവനെ ഫിദുവിനെ വിളിച്ചു, ബ്രോസ് പ്ലീസ് അങ്ങനെ പറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിൽക്കണ പേരാണ് അതാരും മൈൻഡ് ചെയ്യാൻ ആവശ്യമില്ല. അതേപോലെ 60 സബ്സ്ക്രൈബേഴ്സായ ഓണത്തിൻ്റെ വ്ളോഗൊക്കെ ഉണ്ട് കേട്ടോ. ലൈവാണ്, ഓണത്തിന് ലൈവ് ഉണ്ട്. എല്ലാവരും വരണം. ഓണത്തിന് ലൈവ് ഉണ്ട്. ഓണത്തിന് ലൈവൊക്കെ ഉണ്ട്, ഓണത്തിൻ്റെ ദിവസം. അതേപോലെ 60 സബ്സ്ക്രൈബേഴ്സായ നമ്മൾ ഇതെടുക്കും, ഫേസ് റിവീൽ ഇടും. ഫേസ് റിവീൽ ചെയ്തിരിക്കണം. മീൻസ് ഫസ്റ്റത്തെ അടുത്തുള്ള വീഡിയോ ഗൾഫിലുള്ള സമയത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈദ് മുബാറക്കിന്. ആ വീഡിയോ ആണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഫേസ് റിവീൽ മീൻസ് ഇനിയുള്ള കുറച്ച് വീഡിയോ ഇനിയുള്ള 60 സബ്ബായ എന്നാലും ഇവർക്ക് 60 സബ്ബായി കഴിഞ്ഞ ഞങ്ങൾ കസിൻസും കൂടി ഇതിൽ വരും. അയ്യോ ഗൈസ്, അതിപ്പോ നടക്കണല്ലേ. കാരണം ഇവര് 2-ാം തീയതി പോകും. നമുക്ക് പിന്നെ എന്തായാലും പറയണെങ്കിൽ ഇപ്പൊ തന്നെ 59 ആയി. 60 അടിച്ചത് ഞാൻ പറയാണ്, എല്ലാവർക്കും ഉറപ്പാണ്. ഇനിയുള്ള വീഡിയോസിലൊക്കെ എൻ്റെ ഫേസ് ഉണ്ടാവും. എല്ലാ വീഡിയോസിലല്ല. അതേപോലെ നിങ്ങൾ വിചാരിക്കണമല്ലോ നമ്മൾ ഇഷ്ടത്തിന് ചെയ്യണ പോലെയാണ് തോന്നുന്നത്. പക്ഷെ അല്ല. കാരണം നമ്മൾ ഇതിന് ഇൻസ്പയർ ആയതൊക്കെ വേറെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് അല്ലേ? ആ യൂട്യൂബ് ചാനൽ എന്തായാലും സബ് ചെയ്യണം. കാരണം ഞങ്ങൾക്ക് ഇൻസ്പയർ ആയത് അവറ്റേതാണ്.
അപ്പൊ ഗായ്സ് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ക്യാമറയിൽ കുറേ നേരം ഈ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടിട്ട് ക്യാമറ ഹീറ്റായി. അപ്പോൾ അത് സെൽഫിൽ റിജക്റ്റ് നീ ചെയ്തോ ഓക്കെ. അപ്പം ഞാൻ കണ്ടു, മനസ്സിലാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓണത്തിൻ്റെ വ്ളോഗ് ഉണ്ടാവും. അതേപോലെ മറ്റേ എന്തിൻ്റെ വ്ളോഗാണ് ഞാൻ ഒട്ടിക്കാൻ നിലമ്പലാക്കി തരാം. ഇത് പിടിക്ക് വീടോ. എന്താ കയ്യ ഫേസ് റിവീലൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിരിക്കണം കേട്ടോ. ഫേസ് റിവീലല്ല, ഫേസ് ഉള്ള വീഡിയോസ്. നിങ്ങൾക്കറിയോ ഞാൻ എത്ര പ്രാവശ്യം ടേക്ക് എടുത്തിട്ടുണ്ട് എന്ന് ഒരു ഫേസ് റിവീലിൻ്റെ വീഡിയോക്ക്? എത്ര ഫേസ് റിവീൽ വീഡിയോസ് എടുത്തിട്ടുണ്ടെന്ന് അറിയോ ഞാൻ? പക്ഷെ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണോ ഫേസ് റിവീൽ കിട്ടിയില്ലേ? കയ്യിലോ ചെയ്യണ്ട എന്നാ എടുക്ക്. ആരും കണ്ടില്ല, ഒന്നും കണ്ടിട്ടില്ല, നിങ്ങളൊന്നും കണ്ടില്ല. അമ്മേന്ന് കളി എല്ലാം കണ്ടെന്ന് പറ ഗൈസ്. അതെ, പിന്നെ ഞാനൊരു കാര്യം കണ്ടു കേട്ടോ. ഒറ്റ ആള് ഇതൊന്നും കമന്റ് ചെയ്യണില്ല. എനിക്ക് കിട്ടിയ കമന്റുകളൊക്കെ എൻ്റെ കൂട്ടുകാരിടണം, കൂട്ടുകാരല്ല ആരോ ഇടണ ഒരു കമന്റുകളൊക്കെ. അതേപോലെ മാക്സിമം കമന്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സത്യമായിട്ട് പറയാം, കമന്റുകളൊന്നും വരുന്നില്ല, കമന്റ് ബോക്സേ വരുന്നില്ല. കമന്റ് ബില്ലോ. അപ്പം ഞാൻ പിന്നെ എന്തിനാ കമന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ മാക്സിമം നല്ല പോലെ കമന്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക, സഹായിക്കുക. ഓക്കെ. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ഇതിനൊക്കെ ഒരു വ്ളോഗ് ഉണ്ടാവും, ഓണത്തിന് ലൈവ് ഉണ്ടാവും, അതുപോലെ ഇനി വ്ളോഗുകളൊക്കെ ഉണ്ടാവും. അതേപോലെ കാണൂല, പക്ഷെ കുറച്ച് കണ്ടിട്ടുണ്ടാവുള്ളൂ. വെളിച്ചം മറ്റേ ഇരുട്ടാണ്. ഞാൻ പറയാൻ വരുന്ന കാര്യം എന്താന്ന് വെച്ചാ ഞാൻ പറയാൻ വന്ന് അതേപോലെ September 8th ഒരു വ്ളോഗ് ഉണ്ടാവും. September 8th മീൻസ് ഞാൻ അത് പോസ്റ്റ് ചെയ്യണ വേറെ ദിവസമായിരിക്കും, ചിലപ്പോൾ 9-10 ആയിരിക്കും. 9-10 ആയിരിക്കും ഞാൻ ഈ വ്ളോഗിൻ്റെ ബാക്കിയൊക്കെ കാണിക്കാം. ബിക്കോസ് ദാറ്റ്സ് എ സ്പെഷ്യൽ ഡേ അല്ലേ? യു നോ ദാറ്റ്. അപ്പോൾ അതൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞാൻ അന്നത്തെ വ്ളോഗൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ 8-നോ 10-നോ 8, 9, 10 അതിൽ ഏതെങ്കിലുമൊക്കെ ദിവസത്തിനായിരിക്കും ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ടാവുക. എന്നിട്ട് പോസ്റ്റ് ചെയ്യണം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഒന്നുമില്ല ഗൈസ്. ഇവളെന്തോ ചെയ്തത് കൊണ്ട് അവളെ മറ്റെന്താണ് അതിൻ്റെ പേര് ഞാൻ പറയില്ലേ, ഞാൻ മറന്നു. കുന്തോ. അപ്പോൾ എന്താണ് 8-ാം തീയതി സ്പെഷ്യൽ എന്നൊന്നും അവൾ പറയില്ല, കാരണം ഇങ്ങനെ പറയരുത് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഒരു സീക്രട്ടാണ്. അന്ന് ഒരു വലിയ ദിവസമാണ്. നമ്മുടെ FJ ക്രൂസറിൻ്റെ വീഡിയോ ഞാൻ ഇടാൻ പോവാണ്, ആരും പറഞ്ഞിരുന്നില്ല. ഞാൻ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ അതല്ല നോക്കണത്. ഇവളെങ്ങനെ ചെയ്തിക്കുകയാണെങ്കിൽ എന്നൊന്നും തീരൂല. നീ ചെയ്തോ ഗൈസ്. ഇത് കുറേ ലെങ്ത് ആവും, പിന്നെ ലെങ്തി വീഡിയോസ് ഒന്നും അധികം കാണില്ല. അതെ, എൻ്റെ 60-50 മിനിറ്റിൻ്റെ 60 16 നല്ല ലെങ്ത്തുള്ളൊരു വീഡിയോ നിങ്ങൾ എത്ര പേരാ കണ്ടിരിക്കുന്നു? അപ്പം ഞാൻ പറയണത് എന്താന്ന് വെച്ചാൽ നല്ല ലെങ്ത് ഉണ്ടാവും, വീഡിയോ ആകുമ്പോൾ നല്ല ലെങ്ത് ഉണ്ടാവും, റീച്ച് പറയും. അപ്പം ഞങ്ങൾ പറയണത് എന്താന്ന് വെച്ചാൽ ചെറിയൊരു റിക്വസ്റ്റാണ്, ഇത് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. ഞാൻ പറയാൻ മറന്നു. അതെ, നിങ്ങൾക്ക് എന്തിനാണ് ഫോണ്, എന്തിനാണ് എൻ്റെ വീഡിയോ കാണുന്നത്? സബ് 59 ആയിട്ടുള്ളൂ എപ്പോഴും. പറയണേക്ക് കാര്യം എന്താ വെച്ചാൽ നമുക്ക് തീരെ കമന്റ് കിട്ടണില്ല, ഷെയർ ചെയ്യണില്ല, ആരും ഒന്നും ചെയ്യണില്ല, ലൈക്കും ഇല്ല. പോസ്റ്റ് ആരെങ്കിലും കണ്ടതാവോ? ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടുണ്ടോ? വോട്ട് ചെയ്യണം കേട്ടോ, നല്ല വോട്ട് ചെയ്യണേ. എല്ലാരും അതെ, ഞാനതിൽ കണ്ടു കേട്ടോ.
ഹഗുറാമേനെ ആർക്കും വേണ്ട. പക്ഷെ ഈ ഹഗുറാമയ്ക്ക് ഏറ്റവും കൂടുതൽ റീച്ച്, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കണ്. ഇഷിക്കിനെ ആർക്കും വേണ്ട. എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇഷിക്കിക്ക് ആർക്കും വേണ്ടെന്ന്. കാരണം ഇഷിക്കി ഈസ് ദ ഏറ്റവും ഇതായിട്ടുള്ള ആള്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അവലെ FJ ക്രൂസറിൻ്റെ വേറെ വീഡിയോയിലും പോർഷ് കെയൻ്റെ ക്യാമറ മാറ്റിയൊക്കെ പോർഷ് കെയൻ്റെ വീഡിയോ വരും. അതേപോലെ സ്പെഷ്യൽ വ്ളോഗുകളൊക്കെ വരും അല്ലേ. നമ്മളൊക്കെ പൊളിക്കും ഗൈസ്. ഇനി വരുന്ന പൊളിക്കും. ഇനി എന്നെ ദിവസങ്ങളൊക്കെ 60 ഒന്നും ആവട്ടെ. പിന്നെ ആറാട്ടം എന്തേലും എഴുതി തരാം അതില് സ്റ്റിക്കിനുള്ളിൽ. അപ്പോൾ നമ്മൾ എന്താ പറയാൻ പോണത് വെച്ചാൽ ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ട് കുറേ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ബൈ. അങ്ങനെയല്ല പോലെട്ടാ, വെറുതെ പറഞ്ഞാണ്. മീൻസ് ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. ബൈ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ നോക്കുകയാണ്. ആദ്യം എൻ്റെ കസിൻ്റെയാണ്. ഇവിടെ കുറച്ച് പേപ്പേഴ്സൊക്കെ ഉണ്ട്. Every time you think about your future, but you think that your past is very annoying, right? Believe in yourself. ഓക്കെ, കുഴപ്പമില്ല. അടുത്ത എൻ്റെ കാണിച്ചതാണ്. എൻ്റെ കുറേ കോട്ടുണ്ട്. ആദ്യത്തെ ഇവിടെയൊക്കെ കുറേ പേപ്പേഴ്സ് കൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു കോട്ടല്ല, അത് നിങ്ങൾക്ക് കാണുമില്ല. അപ്പം ഞാൻ വായിച്ച് കാണിച്ചു തരാം. യു ആർ മൈ ലിറ്റിൽ സൺ, മൈ ഡിയർ ബേബി, ലവ് യു ഫോർ എവർ. ഇത് വലിയ ഇതൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ ആദ്യത്തെ ഇവിടെ നിന്നുള്ള കോട്ട് വെച്ചില്ല. വൈ വാസ് യുവർ വേൾഡ് ലൈക്ക് ദിസ്, വർക്ക് ഫോർ ഇറ്റ്, യുവർ ഡ്രീം, വർക്ക് ഫോർ യുവർ ലൈഫ്. അതേപോലെ ഇവിടെ കുറച്ച് വായിച്ചിട്ടുണ്ട്. ഇത് പിന്നെ അതേപോലെ ഇറ്റ്സ് നൗ ഓർ നെവർ, വർക്ക്. ഇത് ചെറിയ ബ്ലോസംസ് എന്നാണ്, തെറ്റിപ്പോയി. അങ്ങനെ അത് കുറച്ച് തെറ്റുണ്ട് ഞങ്ങളുടെ എഴുതി. ഇറ്റ്സ് നൗ ഓർ നെവർ, വർക്ക് ദ ചെറി ഫ്ലവേഴ്സ് അങ്ങനെ എഴുതി. പിന്നെ ഇവൻ പറയണ ഒരു കോട്ടാണ്. എന്താണ് അവിടെ തന്നെ ഞാൻ പറയും വാങ്ങിച്ചിരുമോ ദ റൈറ്റ്, അങ്ങനല്ലേ. അപ്പം ഞാൻ ഇതിൻ്റെ സൗണ്ട് മിമിക് ചെയ്താൽ തരാം. Nobody wants anymore the right, but you want the right because right is alive. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ബൈ ബൈ. ഇത്ര ഉള്ള വീഡിയോ. This is Orkamigo. Like and subscribe. Really? Ready?